ധീര ധീര മല്ലു ഭാഗം 1 250 കോടി ബഡ്ജറ്റിൽ നിർമ്മിച്ച സിനിമയാണ്. എങ്ങനെയുണ്ട് നോക്കാം. ആന്ധ്രാപ്രദേശിന്റെ ഉപമുഖ്യമന്ത്രിയായ പവൻ കല്യാൺ അഭിനയിച്ച സിനിമയാണ് ഹരിഹര വീരമല്ലു. സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് ക്രിസ് ജഗർമുഡിയും ജ്യോതി കൃഷ്ണയുമാണ്. ഇവരുടേത് തന്നെയാണ് കഥയും തിരക്കഥയും സംഭാഷണവും ഒക്കെ ഇവർ തന്നെ ചെയ്ത് വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പവൻ കല്യാണാണ് നായകൻ, നായിക നിധി അഗർവാൾ. പവൻ കല്യാണിന്റെ സിനിമ അധികമൊന്നും ആരും കണ്ടിട്ടുണ്ടാവില്ല, പക്ഷെ പുള്ളി നല്ലൊരു ആക്ടറാണ്. അതുകൂടാതെ പുള്ളി കഥാകൃത്തും സംവിധായകനും പിന്നെ സ്റ്റണ്ട് കൊറിയോഗ്രാഫറും ഒക്കെയാണ്. മുഗൾ ചക്രവർത്തികളുടെ കാലത്തുള്ള ഒരു കഥയാണ് സിനിമ പറയുന്നത്. അപ്പോൾ ഒരു പഴയ സിനിമ എന്ന് പറയുമ്പോൾ നമുക്ക് യുദ്ധങ്ങളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിരിക്കും ആ സിനിമയിൽ എല്ലാവർക്കും അറിയാം. അതിനാണ് ഈ സിനിമയ്ക്ക് ഇത്രയും ബഡ്ജറ്റ് വന്നത്, 250 കോടി. ആ സിനിമയിലെ ചില സീനൊക്കെ കാണുമ്പോൾ 250 കോടിന്റെ മതിപ്പ് കാണിക്കുന്നുണ്ട് ചില സീനിലൊക്കെ. കാരണം പൈസ അത്രയും ചെലവാക്കിയിട്ട് തന്നെയാണ് ആ പടം ചെയ്തിട്ടുള്ളത്. ക്യാമറ ഗംഭീരമായിട്ടുണ്ട്, അതുപോലെ തന്നെ BGM, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. മുഗൾ ചക്രവർത്തി ഔറംഗസേബ്, അതാണ് നമ്മളെ വില്ലൻ. ആ വില്ലൻ കഥാപാത്രം ചെയ്യുന്നത് നമ്മളെ സാക്ഷാൽ ബോബി ഡിയോളാണ്. നമുക്കറിയാം ആനിമലിലെ വില്ലൻ എങ്ങനെ ചെയ്തതാണല്ലോ. അപ്പോൾ പുള്ളിക്കാരൻ്റെ വേഷം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഔറംഗസേബിന്റെ വേഷമാണ് ബോബി ഡിയോൾ ചെയ്യുന്നത്. ഇതിൽ ഔറംഗസേബ് ഒരു നെഗറ്റീവ് ക്യാരക്ടറായിട്ടാണ് കാണിക്കുന്നത്. അതായത് ഔറംഗസേബിനെ മോശമായിട്ടാണ് ഇതിൽ കാണിക്കുന്നത്. ഈ സിനിമയിൽ ചരിത്രത്തിനെ കുറച്ച് വളച്ചൊടിച്ചിട്ടല്ലാണ് ഈ സിനിമ കാണിക്കുന്നത്. ഇന്ത്യയിൽ മുഗൾ കാലത്ത് പിന്നെ ഇന്ത്യൻ്റെ പൈതൃകമായ സ്വത്തുക്കള്, രത്നങ്ങള് അങ്ങനത്തെ ഒക്കെ കൊള്ളയടിച്ചിട്ട് കൊണ്ടുപോവുക. അതുപോലെ ഷാജഹാന്റെ കാലഘട്ടത്തിൽ താജ്മഹൽ ഉണ്ടാക്കുന്ന സമയത്ത് ആ രത്നങ്ങളൊക്കെ അതിൻ്റെ മുകളിൽ പിന്നെ പതിപ്പിക്കുക അതുണ്ടാക്കുന്ന സമയത്ത്. അപ്പോൾ അത് എടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞയക്കുന്ന ഒരു സാങ്കല്പിക കുറ്റവാളിയായിട്ടുള്ള ധീര എന്ന ഒരു യുവാവിനെ, അതായത് പവൻ കല്യാണിനെ ഏൽപ്പിക്കുന്നു. കുറച്ച് ആൾക്കാരൊക്കെ പോയിട്ട് അത് വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ടാകുന്ന യുദ്ധങ്ങളും അടികളും ഭയങ്കരമായ സംഭവങ്ങളൊക്കെയാണ് പിന്നീട് അങ്ങോട്ടേക്കുള്ളത്. ഇതിൽ സിനിമോട്ടോഗ്രാഫി ചെയ്തിരിക്കുന്നത് ജ്ഞാനശേഖർ VS, മനോജ് പരമഹംസമാണ്. സംഗീതം നൽകിയിരിക്കുന്നത് MM കീരവാണി. നമുക്കറിയാം നല്ല അടിപൊളി മ്യൂസിക് ഡയറക്ടറാണ് MM കീരവാണി. അത് അദ്ദേഹത്തിനെ കുറിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. അദ്ദേഹം നല്ല രീതിയിൽ തന്നെ ഈ സിനിമയെ കുറച്ചും കൂടി ഹൈപ്പ് റിച്ച് ഒരു ഇതിൽ കൊണ്ടുവന്നത് പുള്ളിക്കാരൻ തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. ടെക്നിക്ക് പരമായിട്ട് പടം ഓക്കെയാണ്. പിന്നെ അതുപോലെ തന്നെ യുദ്ധത്തിന്റെ സീനുകളെല്ലാം അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ചില സീനുകളൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, പിന്നെ പക്ഷെ ചില സീനുകളൊക്കെ എന്താ പറയുക, അത് ചിലപ്പോൾ നമുക്ക് ആന്ധ്രക്കാർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടുമായിരിക്കും, നമുക്ക് അത്രയും അങ്ങോട്ട് ദഹിക്കൂല. ഫസ്റ്റ് ഹാഫ് കുഴപ്പമില്ലാണ്ട് കോമഡിയും ക്ലീശയൊക്കെ ആയിട്ട് അങ്ങനെ നല്ല തട്ടിമുട്ടി നല്ല രസത്തിൽ അങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. പക്ഷെ സെക്കൻഡ് ഹാഫിൽ അങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ സിനിമ ആകെ മാറി. ആ ഡൽഹിയിലേക്ക് ആ രത്നം എടുക്കാൻ വേണ്ടിയിട്ട് ധീരനെ ഏൽപ്പിക്കുന്നതും പിന്നെ അവൻ അങ്ങോട്ടേക്ക് പോകുന്നതുമാണ് സെക്കൻഡ് ഹാഫ്. പിന്നെ ഒരു 3/4 മണിക്കൂർ പിന്നെ ഒരു യുദ്ധം എന്ന് പറഞ്ഞാൽ അടിയും പിടിയും യുദ്ധം, ഒരു ഒറ്റയാൾ പോരാട്ടം തന്നെ. നമ്മളെ ഇവൻ പറഞ്ഞ പോലെ തകർക്കുക, തിമിർക്കുക, പൊളിക്കുക എന്നൊക്കെ പറഞ്ഞില്ലേ, അതുപോലെ അങ്ങനെ അടി പാരത്തി കളിയാണ്. ഒരു എന്താ പറയുക, ഒരു വൺ മാൻ ഷോ പവന്റെ. പവനൊരു ഫൈറ്റ് കൊറിയോഗ്രാഫറും കൂടി ആയതുകൊണ്ട് അത് നല്ല അടിപൊളിയായിട്ട് ചെയ്തിന്. മാക്സിമം ബൂസ്റ്റ് ചെയ്തിട്ട് തന്നെ ആ കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയാക്കിയിട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ 2.25 മണിക്കൂറാണ് ദൈർഘ്യം ഈ സിനിമന്റെ. ശരിക്കും നമ്മളത് കണ്ടങ്ങനെ ഇരുന്നു പോകും ആ സിനിമ. ചില രംഗങ്ങളും ചില സംഭവങ്ങളും നമുക്ക് ദഹിക്കൂല എന്ന് മാത്രമേ ഉള്ളൂ, പക്ഷെ സിനിമ അങ്ങനെ കണ്ടങ്ങനെ പോയി പോകും 2.25 മണിക്കൂർ. ചില സീനിൽ നമുക്ക് ചിരിയൊക്കെ വരും. നമ്മുടെ തിലകം സിനിമയിൽ പറയുന്ന പോലെ എന്തോ വരാനുണ്ട് എന്നൊക്കെ പറയുന്ന പോലെ ഒരു കൊടുങ്കാറ്റില് ഇവര് പിന്നെ ഔറംഗസേബും പിന്നെ ധീരയും കൂടിയിട്ടുള്ള ഒരു ഫൈറ്റ് സീൻ ഉണ്ട്. ഒരു കൊടുങ്കാറ്റിലാണ് കൊണ്ടപ്പോൾ ഇങ്ങനെ നിർത്തുന്നത്. അത് ഇതിന്റെ 1-ാം ഭാഗം, അതിന്റെ 2-ാം ഭാഗം അവിടെ നമുക്ക് തുടങ്ങണം. അതങ്ങനെ നിർത്തുന്ന ഒരു സംഭവം ഒരു കൊടുങ്കാറ്റിൽ എന്തൊക്കെയല്ലോ കാണിച്ചിട്ടുള്ളൊരു സംഭവങ്ങളിലായിട്ടാണ് കാണുന്നത്. അപ്പോൾ അതിന് 2-ാം ഭാഗത്തിലാണ് നമുക്കത് അതിന്റെ ബാക്കിയുള്ളത് കാണാൻ കഴിയും. അപ്പോൾ 2-ാം ഭാഗം കാണണമെന്നുള്ളത് നിങ്ങൾ ഈ 1-ാം ഭാഗം കണ്ടിട്ട് തന്നെ ആൾക്കാർ വിലയിരുത്തണം 2-ാം ഭാഗത്തിന് പോയി കാണണം എന്നുള്ളത്. അപ്പോൾ എന്തായാലും കണ്ടവരുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഇനി കമൻറ്റ് ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ആദ്യമായിട്ട് ചാനൽ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക. ഓക്കെ.